പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് വിഷയദാരിദ്ര്യം ഏറെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ശബരിമല ഒരു വിഷയമായിട്ട് അവരുടെ മുമ്പിൽ കിട്ടിയിരിക്കുകയാണ്. നാഷണൽ മീഡിയ എല്ലാം ഇതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. NSS, SNDP പോലുള്ള സാമുദായിക സംഘടനകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നൽകിയിരിക്കുന്ന പിന്തുണ അത് BJP ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് നിയമസഭ നടത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ പ്രതിപക്ഷ സമരം മാറുമ്പോൾ ഇത് എത്ര ദിവസം നിലനിൽക്കും? ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ അത് ഏത് രീതിയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതിനെ കൂടെ ആശ്രയിച്ചാണ് ശബരിമല സ്വർണ്ണമോഷണ സമരത്തിന്റെ ആയുസ് എന്ന് നമ്മൾ പറയേണ്ടി വരും. നമസ്കാരം. സ്വർണ്ണപ്പാളി വിവാദമാണ് ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. അതിൽ പ്രതിപക്ഷം എടുത്ത നിലപാടുകൾ ശക്തമാണെന്ന് തോന്നുന്നുണ്ടോ? പ്രതിപക്ഷം സമരം ചെയ്യുക സ്വാഭാവികമാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് വിഷയദാരിദ്ര്യം ഏറെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ശബരിമല ഒരു വിഷയമായിട്ട് അവരുടെ മുമ്പിൽ കിട്ടിയിരിക്കുകയാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വേണ്ടി കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതുപോലുള്ളൊരു വിഷയം കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഇത് നാഷണൽ ന്യൂസ് ആയിട്ട് മാറിയിട്ടുണ്ട്. നാഷണൽ മീഡിയ എല്ലാം ഇതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണ മോഷണത്തെക്കുറിച്ച് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഈ നാഷണൽ മീഡിയ ഇത് വെച്ചതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, NSS, SNDP പോലുള്ള സാമുദായിക സംഘടനകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് നൽകിയിരിക്കുന്ന പിന്തുണ അത് BJP ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് നാഷണൽ മീഡിയ ഒക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. നാഷണൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോഡി മീഡിയ എന്നാണ് പറയുന്നത്. എത്ര മീഡിയ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടുകൾ അതിശക്തമായ സമരങ്ങളാണ് പ്രതിപക്ഷം നിയമസഭയ്ക്കകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിയമസഭയ്ക്ക് പുറത്ത് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം സമരം നടത്തിയിരുന്നു. അതിനപ്പുറത്തേക്ക് കൃത്യവും വ്യക്തവുമായിട്ട് ഈ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. പക്ഷേ ഈ പ്രതിപക്ഷം ഇത്രയൊക്കെ സമരങ്ങൾ ചെയ്യുന്ന സമയത്തും ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ചില തീരുമാനങ്ങളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് അടുത്തായിട്ട് ഇപ്പൊ കോടതി ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വെച്ചിട്ടുണ്ട്. അതിന്റെ അന്വേഷണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ ഹൈക്കോടതിയുടെ ഈ ഒരു അന്വേഷണ കമ്മീഷൻ മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതെന്തിനു വേണ്ടിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സതീശൻ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് മുതലാളിക്ക് വിറ്റ സ്വർണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മുതലാളി ആരാണ് എന്ന് വ്യക്തമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? VD സതീശനുണ്ട്. അത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ പറയാനായിട്ട് പറയുന്നില്ല. പക്ഷേ അത് അന്വേഷണ കമ്മീഷന് മുമ്പിൽ പ്രതിപക്ഷ നേതാവിന് പറയേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രതിപക്ഷ നേതാവ് പറയാതിരുന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ഇതിനു മുമ്പ് ഉന്നയിച്ചിട്ടുള്ള ഒരു ബോംബുണ്ട്, അധികം കളിച്ചാൽ ഒരു ബോംബ് വീഴുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബോംബ് കഥ പോലെ ആയിരിക്കുമോ ഈ മുതലാളിയുടെ കഥയും എന്നാണ് ഇനി കേരളത്തിന് അറിയാനുള്ളത്. ഒരുപക്ഷെ VD സതീശൻ ആലങ്കാരികമായിട്ട് അതല്ലെങ്കിൽ ഇതാരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ഒന്ന് മുൾമുലയിൽ നിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണോ എന്നുകൂടി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് ഈ മുതലാളിയെക്കുറിച്ച് ഒരു യാതൊരുവിധ ധാരണയും പ്രതിപക്ഷ നേതാവിന് ഇല്ല എങ്കിൽ ഈ സമരം അവിടെ വെച്ച് പൊളിയും. കാരണം സർക്കാരിന് അടുത്തൊരു നടപടിയായിട്ട് എടുക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിയുടെ അന്വേഷണ കമ്മീഷൻ അന്വേഷണം തുടരുന്ന സമയത്ത് തന്നെ പാരലലായിട്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് ശബരിമലയിലും അതോടൊപ്പം തന്നെ മറ്റു വരുമാനമുള്ള ക്ഷേത്രങ്ങളിലും നടന്നിട്ടുള്ള കൊള്ളയെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കും എന്നതിൽ തർക്കം വേണ്ട. നമുക്ക് എല്ലാവർക്കും അറിയാനായിട്ട് വളരെ ആഗ്രഹമുണ്ടെന്ന്. കാരണം ശബരിമല പോലെ ഇത്രയും സെക്യൂരിറ്റിയുള്ള അല്ലെങ്കിൽ ശബരിമല പോലെ ഇത്രയും വൈകാരികമായ ബന്ധം മലയാളികൾക്കുള്ള, അത് ഇപ്പം അയ്യപ്പൻ ഹിന്ദുക്കളുടെ ആണ് എന്ന് പറഞ്ഞാലും അയ്യപ്പൻ എന്ന് പറയുന്നത് മലയാളികളുടെയൊക്കെ ഒരു പൊതുവികാരമാണ്. അപ്പോൾ അങ്ങനെയുള്ള അയ്യപ്പ സന്നിധിയിലുള്ള സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിയവൻ ആരാണ് എങ്കിലും അവരെ പൊതുജന മധ്യത്തിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നേ. അത് ഞാൻ വിചാരിക്കുന്നില്ല ഒരിക്കലും അത് ഇപ്പോഴുള്ള ദേവസ്വം മന്ത്രിയോ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ദേവസ്വം മന്ത്രിയോ ദേവസ്വം ബോർഡ് ചെയർമാനോ ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് നടന്നിട്ടുള്ളത് എന്ന്. ഇത് കുറച്ച് ദേവസ്വം ജീവനക്കാരും അവിടെയുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോലെയുള്ള കുറച്ച് തട്ടിപ്പുകാരും കൂടെ ചേർന്ന് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ തട്ടിപ്പുകാരൊക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഇവര് ചെല്ലുന്നിടത്തെല്ലാം റീലുകൾ സൃഷ്ടിക്കും. അതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടം റീൽ എടുക്കുന്നതുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കില്ലേ, ഒരു കാരണവശാലും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. പക്ഷെ അവരാരെ കണ്ടു കഴിഞ്ഞാലും അവരുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തതിന് ശേഷം പിന്നെ അവരുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കും.
പിറ്റേ ദിവസം രാവിലെ വേണമെങ്കിൽ ഇവരുടെ വീട്ടിൽ ചെല്ലും. ഇന്നലെ നമ്മൾ അവിടെ വെച്ച് കണ്ടില്ലായിരുന്നിരിക്കും. തട്ടിപ്പുകാർക്ക് അറിയാം ഈ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ടത് എങ്ങനെയാണെന്നും ആ ബന്ധം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവരുടെയൊക്കെ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ചില അവതാരങ്ങൾ സെക്രട്ടേറിയറ്റിനകത്ത് കറങ്ങി നടക്കുന്നുണ്ട്, അങ്ങനെയുള്ള അവതാരങ്ങളെക്കൊന്നും ഇനി സെക്രട്ടേറിയറ്റിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം പിന്നീട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ശബരിമലയിൽ ചില അവതാരങ്ങളുണ്ട്. ഈ ശബരിമലയിലെ ഈ അവതാരങ്ങളെയാണ് കണ്ടെത്തേണ്ടത്. അവരാണ് യഥാർത്ഥ കുറ്റക്കാർ. കാരണം നിസ്സാരമായൊരു സംഭവമല്ല ശബരിമലയിൽ നടന്നിട്ടുള്ളത്. ശബരിമല ഒന്ന് ആലോചിച്ച് നോക്കിയേ. ശബരിമലയിൽ സന്നിധാനത്ത് സ്വർണ്ണപ്പാളികൾ അടിച്ചുകൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഒരു ആത്മധൈര്യം എന്തായിരിക്കും? ഫസ്റ്റ് അവനൊരു വിശ്വാസിയായിരിക്കില്ല. ഇതൊക്കെ ഒരു തട്ടിപ്പാണ് എന്ന് വിശ്വസിക്കുന്ന ഏറ്റവും വലിയ ഒരു നിരീശ്വരവാദിയായിരിക്കും അവൻ. അല്ലെങ്കിൽ അയ്യപ്പന് കുറച്ചെങ്കിലും ഭയമുണ്ട് എങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തെ ഭയം ഉണ്ടാവുമല്ലോ. ദൈവഭയം എന്ന് പറയുന്നതാണല്ലോ. അങ്ങനെ അല്പമെങ്കിലും ദൈവഭയം ദൈവവിശ്വാസം ഉള്ള ഒരുത്തരാണെങ്കിൽ ഈ പാളികൾ അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ നിരീശ്വരവാദിയായിട്ടുള്ള ഏതോ ഒരുത്തരാണ് അവിടെ നിന്ന് ഇത് അടിച്ചു മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വി ഡി സതീശൻ പറയുന്നു, വി ഡി സതീശന് കൃത്യമായിട്ട് ഈ മുതലാളിയെ അറിയാമെന്ന് പറയുന്നു. അപ്പോൾ ഈ മുതലാളിയുടെ പേര് പൊതുജന മധ്യത്തിൽ പറയണമെന്നില്ല. കാരണം എല്ലാ അയ്യപ്പ ഭക്തന്മാരും കൂടി മുതലാളിയെ എടുത്തിട്ട് പെരുമാറും. ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് മുതലാളിയാണെങ്കിലും പിന്നെ അവരെ ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഇത് വാങ്ങിച്ച മുതലാളിയുടെ അവസ്ഥ, അതാണ് ഞാൻ ആലോചിച്ചിരിക്കുന്നത്. ഈ വി ഡി സതീശൻ പറഞ്ഞ മുതലാളിയിലേക്ക് തന്നെ വരുന്നത്. അപ്പൊ ഈ മുതലാളിയുടെ അവസ്ഥ എന്തായിരിക്കും? അയ്യപ്പ സന്നിധിയിൽ നിന്ന് കട്ടുകൊണ്ടുപോയ സ്വർണ്ണപ്പാളി തന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ മുതലാളിയെ സംബന്ധിച്ചിട്ട് ആ മുതലാളിയുടെ കഷ്ടകാലം ആരംഭിക്കാൻ പോവുകയാണ്. കാരണം കട്ട മുതലാണ് വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഈ മുതലാളി എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വി ഡി സതീശൻ പറയുന്ന പോലെ ഒരു മുതലാളി ഉണ്ടെങ്കിൽ ആ മുതലാളി എന്തിനു വേണ്ടിയിട്ടായിരിക്കും ശബരിമലയിലെ സ്വർണ്ണപ്പാളി വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്? അയ്യപ്പനെ ശബരിമലയിൽ നിന്ന് ഇറക്കി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ അയ്യപ്പനോടെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അന്ന് തുടങ്ങിയ ഈ മുതലാളിയുടെ കഷ്ടകാലം ആരംഭിക്കത്തില്ലേ? അപ്പൊ ആ കഷ്ടകാലത്തിന്റെ തുടക്കമാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, വി ഡി സതീശൻ വ്യക്തമാക്കണം ഈ മുതലാളി ആരാണെന്നുള്ളത്. അതല്ലെങ്കിൽ അന്വേഷണ കമ്മീഷന് മുമ്പിൽ കൃത്യമായ ഒരു മൊഴി നൽകണം, ഇന്നയാളാണ് ഞാൻ ഉദ്ദേശിച്ച മുതലാളി. അതല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ബോംബ് മാതിരിയായി പോകും, അത് നനഞ്ഞ പടക്കം മാതിരിയായി പോകും. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പ്രതിപക്ഷത്തിന് മുമ്പിലുള്ളത്. പ്രതിപക്ഷം ഇതേ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതെന്തെങ്കിലും തരത്തിലുള്ള നേട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്? അതായത് രണ്ട് രീതിയിൽ വേണം നമ്മൾ ഇതിനെ എടുക്കാനായിട്ട്. ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് സംസ്കാരം എന്ന് പറയും. അത് എപ്പോഴും സമാധാനത്തിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരമാണ്. മറിച്ച് CPM-നെ സംബന്ധിച്ചിട്ട് അവരൊരു വിപ്ലവ പാർട്ടിയാണ്. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് നിയമസഭയ്ക്കകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാട്ടിക്കൂട്ടിയ അല്ലെങ്കിൽ ആ സമയത്ത് പ്രതിപക്ഷത്തിരുന്ന CPM കാട്ടിക്കൂട്ടിയതൊക്കെ കേരളത്തിലെ പൊതുജനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സമരം ചെയ്യുക, അങ്ങനെ സമരം ചെയ്യുന്ന സമയത്ത് വനിതാ വാച്ചാൻവാർഡിനെ ഉപയോഗിച്ച് ഭരണപക്ഷം തടയുക. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ നിയമസഭയ്ക്കകത്ത് ചെയ്യാൻ പറ്റുന്നത് ആരോഗ്യകരമായ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പറയാനുള്ളത് വളരെ കൃത്യവും വ്യക്തവുമായിട്ട് നിയമസഭയ്ക്കകത്ത് പറയുക എന്നുള്ളതാണ്. പക്ഷേ ഇത് നിയമസഭ നടത്തിക്കൊണ്ടു പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ പ്രതിപക്ഷ സമരം മാറുമ്പോൾ ഇത് എത്ര ദിവസം നിലനിൽക്കും? ഒരു വിഷയം കൃത്യമായി അഡ്രസ്സ് ചെയ്ത് സമര പരിപാടികളുമായിട്ട് വേണമല്ലോ പ്രതിപക്ഷം മുമ്പോട്ട് പോകാനായിട്ട്. ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിട്ട് ഈ ഒരു വിഷയം നിയമസഭയ്ക്കകത്ത് ഉന്നയിക്കുന്നു. നിയമസഭയ്ക്കകത്ത് പോയി സ്പീക്കറുടെ മുഖം മറച്ച് പിടിച്ചു എന്ന് കരുതിയിട്ട് ആ സമരത്തിന് എന്തെങ്കിലും പുത്തനൊരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇറങ്ങിപ്പോക്ക് നല്ലതാണ്. മാധ്യമങ്ങളെ കണ്ട് പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ അഡ്രസ്സ് ചെയ്തപ്പോൾ ഇന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ആ മുതലാളിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വരും ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലും UDF-ന്റെ നേതൃത്വത്തിലൊക്കെ വലിയ സമരങ്ങളാണ് വരാൻ പോകുന്നത്. 10,000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെങ്ങന്നൂരൊക്കെ വലിയ സമരങ്ങൾ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ സമരമൊക്കെ ഏത് രീതിയിൽ ആണ് നടക്കാൻ പോകുന്നത്? ഈ വിഷയം എത്ര ദിവസം നിൽക്കും? അതോ ഈ സമരം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഹൈക്കോടതിയുടെ അന്വേഷണത്തിന് പാരലായിക്കൊണ്ട് ഗവൺമെന്റ് തന്നെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്ന രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക? പ്രതിപക്ഷത്തിന് കിട്ടിയ നിധിയാണ് ഇപ്പോഴത്തെ ഈ ശബരിമല ഇഷ്യൂ. ആ ശബരിമല ഇഷ്യൂ ഒന്നും അല്ലാണ്ടായി പോകും. സർക്കാരിന്റെ അന്വേഷണം ജനങ്ങൾ വിശ്വസിക്കും. കോടതി അന്വേഷിക്കുന്നുണ്ടല്ലോ. ഈ ഹൈക്കോടതി അന്വേഷണവും അതോടൊപ്പം തന്നെ പാരലായിട്ട് സത്യസന്ധരായിട്ടുള്ള ഇഷ്ടംപോലെ ഉദ്യോഗസ്ഥരുണ്ടെന്ന് കേരളത്തില്. വിജിലൻസിലും പോലീസിലും ഒക്കെ ഇഷ്ടംപോലെ നല്ല ഉദ്യോഗസ്ഥരുണ്ട്. അത് ഗവൺമെന്റിന്റെ അന്വേഷണത്തെ ഒന്നും നമ്മൾ മോശപ്പെടുത്തി കാണേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ അത് രണ്ടാമത്തെ കാര്യം. അത് ഏത് രീതിയിൽ പ്രതിപക്ഷം ജനങ്ങളുടെ അടുത്ത് കൺവിൻസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കുറച്ച് അവതാരങ്ങളും അവരാണ് ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ഒരുപക്ഷെ പ്രശാന്തിനോട് ദേവസ്വം ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടേക്കാം. ഒരുപക്ഷെ VN വാസവന്റെ കൈകളിൽ നിന്ന് ദേവസ്വം ബോർഡ്
മറ്റൊരാൾക്ക് നൽകിയേക്കാം. ഇതിനു മുമ്പ് ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്തിട്ടുള്ള കടന്നപ്പള്ളി രാമചന്ദ്രനൊക്കെ ഇപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള തുറമുഖ വകുപ്പ് ഇപ്പോൾ വി.എൻ. വാസവൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് വി.എൻ. വാസവന്റെ കയ്യിൽ നിന്ന് ഈ ദേവസ്വം ബോർഡ് വീണ്ടും ഒരുപക്ഷെ കടന്നപ്പള്ളി രാമചന്ദ്രൻ നൽകിയേക്കാം. അപ്പൊ അങ്ങനെയൊക്കെ സർക്കാരിന് മുഖം രക്ഷിക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ സർക്കാരിനകത്ത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട് എങ്കിൽ മാത്രമേ സർക്കാർ പ്രതിരോധത്തിലാവത്തുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് പ്രശാന്തിനോ അല്ലെങ്കിൽ വി.എൻ. വാസവനോ ഈ സ്വർണ്ണമോഷണത്തിന് പങ്കുണ്ടെന്ന്. ഇതവിടെ നടന്നിട്ടുള്ളത് ദേവസ്വം ബോർഡിലെ ചില ജീവനക്കാരും അതോടൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന തട്ടിപ്പുകാരനും കൂടെ ചെയ്തിട്ടുള്ള പരിപാടികളാണ്. അതിനകത്ത് പ്രതിപക്ഷം വലിയൊരു സമരത്തിലേക്ക് പോകുന്ന സമയത്ത് അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. ഒരു വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ആ വിഷയത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് സർക്കാർ കൃത്യമായിട്ടുണ്ടാകണം. ഒരു 2 ചോദ്യങ്ങൾ ഉയർന്നു വരുന്നേ. ഇവർ ചോദിക്കും ഇത് ദേവസ്വം ബോർഡ് കണ്ടില്ലേ എന്ന് ചോദിക്കും. പക്ഷെ മറുചോദ്യം വരുന്നില്ല. പ്രതിപക്ഷം എവിടെയായിരുന്നത്? പ്രതിപക്ഷത്തിന് വേണമെങ്കിലും ഇതിടയ്ക്ക് ശബരിമലയിലൊക്കെ പോകുന്നതല്ലേ, ഈ സ്വർണ്ണപ്പാളികൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കാമായിരുന്നില്ല. അത് ബാലിശമാണ് വാദം എന്ന് പറഞ്ഞേക്കാം. എനിക്ക് തോന്നുന്നില്ല ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഈ സ്വർണ്ണമോഷണത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കാരണവശാലും ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഉണ്ടാവത്തില്ല. ഈ ഒരു മോഷണത്തിനൊക്കെ വന്ന് ഒരു ഗവൺമെന്റ് പങ്കാളിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു തരത്തിലും സാധ്യതയില്ല. അങ്ങനെയുള്ള ആരോപണങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ അത് ഏത് രീതിയിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതിനെ കൂടെ ആശ്രയിച്ചാണ് ശബരിമല സമരത്തിന്റെ സ്വർണ്ണമോഷണ സമരത്തിന്റെ ആയുസ് എന്ന് നമ്മൾ പറയേണ്ടി വരും. ഒരുപക്ഷെ വലിയ സമരങ്ങളൊക്കെ ആയി മാറിയേക്കാം. ഗവൺമെന്റിനെ മാറ്റാൻ സാധിക്കത്തക്ക രീതിയിലുള്ള സമരങ്ങളൊക്കെ ആയിട്ട് മാറിയേക്കാം. പക്ഷെ അതിന് ശേഷി പ്രതിപക്ഷത്തിനുണ്ടോ എന്ന് പ്രതിപക്ഷം തന്നെയാണ് തെളിയിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്.